ഞാൻ സാറിനെ ശ്രദ്ധിക്കുന്നു. എന്തേ ബോർഡത്തിന് നോക്കിക്കണേ? അതെ, ഞാൻ ഈ വില വിവരമൊക്കെ നോക്കിയിരുന്നു. സാറേ, ഇത് ഊണിന്റെ സമയല്ലേ? ഊണ് കഴിക്കാൻ വാ. സാറ് കഴിക്കാൻ എന്താ വേണ്ടേ? ഒരു ചായ മതി. അതെ, ഇത് ഊണിന്റെ ടൈമല്ലേ, നല്ല തിരക്കല്ലേ, അതുകൊണ്ട് ചായ 4 മണിക്കാവും. ഊണ് കഴിക്കണമെന്നുണ്ട്, പക്ഷേ കയ്യിൽ കാശില്ല. നല്ല വിശപ്പുണ്ട്. ഊണ് കഴിക്കേണ്ട പൈസ ഞാനിവിടെ എന്തെങ്കിലും പണിയെടുത്ത് വീട്ടിക്കോളാം. സാറിനെ കണ്ടാ തോന്നില്ലല്ലോ, നല്ല പൊസിഷനിലെ ആളിനെ പോലെ ഉണ്ടല്ലോ. പിന്നെന്താ സാർ ഇങ്ങനെ പറയണേ? മോളെ, ഞാൻ ബോംബെയിൽ വലിയൊരു പ്രൈവറ്റ് കമ്പനിയിൽ മാനേജറായിരുന്നു. നല്ല സമ്പാദ്യമൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിൽ വലിയ വീടും സ്ഥലമൊക്കെ ഉണ്ടായി. 3 മക്കളാണ് എനിക്ക്, 2 ആണും 1 പെണ്ണും. മക്കളെയൊക്കെ ഞാൻ നല്ല രീതിയിൽ പഠിപ്പിച്ചു. മൂത്തവള് ഡോക്ടറാ. അവളെ നല്ല രീതിയിൽ ഞാൻ വിവാഹം കഴിച്ചയച്ചു. 2ാമത്തവൻ ബാങ്ക് മാനേജറാ. 3ാമത്തവൻ സിവിൽ സർവീസിലാ. എൻ്റെ സമ്പാദ്യം എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ചിലവഴിച്ചു. അവസാനം എൻ്റെ ഭാര്യയുടെ മരണശേഷം ഉള്ള വീടും പറമ്പൊക്കെ എൻ്റെ ഇളവൻ്റെ പേരിൽ ഞാൻ എഴുതി കൊടുത്തു. എന്നിട്ടെന്താ, എൻ്റെ കയ്യിലുള്ള മിച്ചം പണമൊക്കെ കഴിഞ്ഞപ്പോൾ ഇളയവനും അവൻ്റെ ഭാര്യയും കൂടി ഞാൻ അവർക്കൊരു ബാധ്യതയാണെന്ന് കരുതി അവരെന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. കഷ്ടായി പോയല്ലോ. എന്നാ സാറിന് മറ്റു മക്കളോട് പോയി നിന്നൂടെ? അവർക്കും ഞാനൊരു ബാധ്യതയാണെന്നാ പറയുന്നത്. പിന്നെ ആകെ ഉള്ളത് കുറച്ച് ആത്മാഭിമാനം മാത്രമാണ്. സാറ് ഇരിക്കട്ടോ, ഞാനിപ്പോ വരാം. സാറേ സാറേ